ഗൾഫ് മേഖലയിലെ തൊഴിൽ വിപണി പ്രവാസി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എന്നും പ്രതീക്ഷകളുടെയും അതിജീവനത്തിന്റെയും ഒരു വേദിയാണ്. എന്നാൽ സമീപകാലത്തായി UAE, ഒമാൻ തുടങ്ങിയ GCC രാജ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങൾ തൊഴിൽ മേഖലയെ കൂടുതൽ സുതാര്യവും തൊഴിലാളി സൗഹൃദവുമാക്കുന്നതിൽ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ ആരോഗ്യ സുരക്ഷ, തൊഴിലിടങ്ങളിലെ അപകടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, രോഗബാധിതരാകുമ്പോഴുള്ള വേതന പരിരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നതിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ രാജ്യങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത്. തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവചിക്കുന്ന ഈ പുതിയ നിയമങ്ങൾ തൊഴിൽ സംസ്കാരത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. UAE-യിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഗാർഹിക തൊഴിലാളികൾക്കും ഒരുപോലെ ബാധകമായ രീതിയിൽ ആരോഗ്യ ഇൻഷുറൻസ് നിയമങ്ങൾ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. പുതിയ നിർദ്ദേശപ്രകാരം രാജ്യത്തെ എല്ലാ ജീവനക്കാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയുടെ മുഴുവൻ ചെലവും തൊഴിലുടമയോ സ്ഥാപന ഉടമയോ തന്നെ വഹിക്കേണ്ടതാണ്. തൊഴിലാളിയുടെ മാസശമ്പളത്തിൽ നിന്ന് ഇതിനായി ഏതെങ്കിലും തരത്തിലുള്ള തുക ഈടാക്കാനോ പിടിച്ചെടുക്കാനോ പാടില്ലെന്ന് മന്ത്രാലയം ഖണ്ഡിതമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് അബുദാബി, ദുബായ് എന്നീ എമിറേറ്റുകളിൽ മാത്രം ഘട്ടം ഘട്ടമായി നിർബന്ധമാക്കിയിരുന്ന ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി വടക്കൻ എമിറേറ്റുകളിലേക്കും വ്യാപിപ്പിച്ച് രാജ്യമൊട്ടാകെ നിലവിൽ വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് പുതിയ നിയമങ്ങളുടെ നിർവഹണം UAE ഉറപ്പാക്കുന്നത്. വർക്ക് പെർമിറ്റുകൾ പുതുതായി അനുവദിക്കുന്നതും നിലവിലുള്ളവ പുതുക്കുന്നതും ആരോഗ്യ ഇൻഷുറൻസ് പരിശോധനയുമായി ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു ജീവനക്കാരന് നിലവിൽ പ്രാബല്യത്തിലുള്ള പോളിസി ഇല്ലെന്ന് കണ്ടെത്തിയാൽ വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് നടപടികൾ സിസ്റ്റം സ്വയം തടയുന്നു. മാത്രമല്ല, ഒരു ജീവനക്കാരൻ ജോലിയിൽ തുടരുന്ന കാലയളവിലുടനീളം ഇൻഷുറൻസ് പരിരക്ഷ തടസ്സമില്ലാതെ ലഭ്യമാക്കേണ്ടതുണ്ട്. ജോലി കാലാവധിക്കിടയിൽ ഇടയ്ക്ക് വെച്ച് പോളിസികൾ റദ്ദാക്കാൻ തൊഴിലുടമയ്ക്ക് അനുവാദമുണ്ടാകുന്നതല്ല. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക ഭാരമാകാതിരിക്കാൻ പ്രതിവർഷം 320 ദിർഹം മുതൽ ആരംഭിക്കുന്ന അടിസ്ഥാന ഫെഡറൽ ഇൻഷുറൻസ് പാക്കേജുകളും ലഭ്യമാണ്. 1,50,000 ദിർഹം വരെ വാർഷിക കവറേജ് നൽകുന്ന ഈ അടിസ്ഥാന പാക്കേജിൽ വിട്ടുമാറാത്ത രോഗങ്ങൾക്കും മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാത്തിരിപ്പ് കാലാവധി ഇല്ലാതെ തന്നെ പരിചരണം ലഭിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസിന് പുറമെ ജോലിസ്ഥലത്തുണ്ടാകുന്ന അപകടങ്ങളും തൊഴിൽ സംബന്ധമായ രോഗങ്ങളും കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് സമഗ്രമായ ഒരു ചട്ടക്കൂടിനും UAE രൂപം നൽകിയിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ നിരക്ക് കുറയ്ക്കുന്നതിനും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മന്ത്രാലയത്തിലെ ഇൻസ്പെക്ടർമാർക്ക് പ്രത്യേക മേൽനോട്ട ചുമതലകൾ നൽകിയിട്ടുണ്ട്. ഉയർന്ന അപകട സാധ്യതയുള്ള ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ സൗജന്യമായി നൽകാനും അവ ഉപയോഗിക്കുന്നതിനുള്ള ശാസ്ത്രീയ പരിശീലനം നൽകാനും സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതിനു പുറമെ തൊഴിലാളികളുടെ നിർബന്ധിത ആനുകാലിക ആരോഗ്യ പരിശോധനകൾ നടപ്പിലാക്കാനും അപകടങ്ങൾ ഉടനടി റിപ്പോർട്ട് ചെയ്യാനും അന്വേഷിക്കാനുമുള്ള ആഭ്യന്തര സംവിധാനങ്ങൾ സ്വകാര്യ കമ്പനികൾ ഒരുക്കേണ്ടതുണ്ട്. അതേസമയം തൊഴിൽപരമായ പരിക്കുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിയമപരമായ സുതാര്യത നിലനിർത്താൻ ചില നിർണായക അതിരുകളും മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ മൂലം സംഭവിക്കുന്ന അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്ത 6 പ്രത്യേക സാഹചര്യങ്ങൾ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. ജീവനക്കാരൻ മനഃപൂർവ്വം സ്വയം പരിക്കേൽപ്പിക്കുക, മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ അല്ലെങ്കിൽ മറ്റ് രാസവസ്തുക്കളുടെയോ സ്വാധീനത്തിൽ ജോലി ചെയ്യുമ്പോൾ അപകടം സംഭവിക്കുക, ജോലിസ്ഥലത്ത് വ്യക്തമായി പ്രദർശിപ്പിച്ചിട്ടുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുക എന്നീ സന്ദർഭങ്ങളിൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകില്ല. കൂടാതെ ദുഷ്പെരുമാറ്റത്തിന്റെ ഫലമായുണ്ടാകുന്ന അപകടങ്ങൾ, കൃത്യമായ കാരണങ്ങളില്ലാതെ മെഡിക്കൽ പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വിസമ്മതിക്കുക, ദൃശ്യമായ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തൊഴിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ ബോധപൂർവം ലംഘിച്ചു എന്ന് അധികാരികൾ കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ എന്നിവയിലും നഷ്ടപരിഹാര ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെടും. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ തൊഴിൽപരമായ ഉത്തരവാദിത്തവും അച്ചടക്കവും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ വ്യവസ്ഥകളിലൂടെ UAE ലക്ഷ്യമിടുന്നത്. UAEക്ക് സമാനമായി അയൽരാജ്യമായ ഒമാനും പ്രവാസി തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷയിൽ വിപ്ലവകരമായ ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ്. സുൽത്താനേറ്റിലെ സർക്കാർ, പൊതുമേഖലാ, സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്വദേശി ഇതര ജീവനക്കാർക്കും അസുഖാവധിയും അസാധാരണ അവധിയും ഉൾപ്പെടുന്ന നിർബന്ധിത ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. റോയൽ ഡിക്രി നമ്പർ 52/2023 പ്രകാരമുള്ള സാമൂഹിക സംരക്ഷണ നിയമത്തിന്റെയും സാമൂഹിക സംരക്ഷണ ഫണ്ടിന്റെയും പുതിയ ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത്. ഈ പുതിയ സംവിധാനം അനുസരിച്ച് ഒമാനിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി ജീവനക്കാരന് ഗുരുതരമായ അസുഖം മൂലമോ മറ്റടിയന്തര സാഹചര്യങ്ങൾ മൂലമോ ദീർഘകാല അവധി എടുക്കേണ്ടി വരുമ്പോൾ ശമ്പളം നഷ്ടപ്പെടുമെന്ന ആശങ്ക ഇനി വേണ്ടതില്ല. ഈ സുരക്ഷാ ഫണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് ഇതിനായി യാതൊരുവിധ വിഹിതവും ഈടാക്കുന്നില്ല എന്നതാണ്.
പകരം തൊഴിലുടമ ജീവനക്കാരന്റെ പ്രതിമാസ വേതനത്തിന്റെ 1% തുക സാമൂഹിക സംരക്ഷണ ഫണ്ടിലേക്ക് അധിക വിഹിതമായി അടയ്ക്കേണ്ടതുണ്ട്. മുൻപ് ദീർഘനാളത്തെ അസുഖങ്ങൾ മൂലം ജോലിക്ക് ഹാജരാകാൻ കഴിയാതെ വരികയും ശമ്പളമില്ലാത്ത അവധിയിലേക്ക് പോകേണ്ടി വരികയും ചെയ്തിരുന്ന ആയിരക്കണക്കിന് പ്രവാസി തൊഴിലാളികൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് ഈ പദ്ധതി നൽകുന്നത്. തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കാനും സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനും ഈ നിയമപരമായ പരിഷ്കാരം വഴി ഒമാൻ ഭരണകൂടം ലക്ഷ്യമിടുന്നു. GCC മേഖലയിൽ തൊഴിൽ നിയമങ്ങളിൽ ഉണ്ടാകുന്ന ഈ സമഗ്ര മാറ്റങ്ങൾ കേവലം ചില വ്യവസ്ഥകളുടെ കൂട്ടിച്ചേർക്കലുകൾ മാത്രമല്ല, മറിച്ച് ഒരു വലിയ നയതന്ത്ര സാമൂഹിക പരിണാമത്തിന്റെ പ്രതിഫലനമാണ്. അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രാദേശിക വിപണികളെ ശക്തിപ്പെടുത്തുക എന്നതും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും അല്ലാത്തവരുമായ തൊഴിലാളികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനത്തിലൂടെ വർക്ക് പെർമിറ്റുകളും വിസ നടപടികളും വേഗത്തിലാക്കുന്നു എന്നത് തൊഴിലുടമകൾക്കും ഭരണകൂടത്തിനും ഒരുപോലെ നേട്ടമാണ്. ആരോഗ്യ സംരക്ഷണം, ജോലിസ്ഥലത്ത് സുരക്ഷ, അവധി ആനുകൂല്യങ്ങൾ എന്നിവയിൽ കൃത്യമായ നിയമ പരിരക്ഷ ലഭിക്കുന്നതോടെ ജീവനക്കാരുടെ മാനസിക ക്ഷേമവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിക്കും. പ്രവാസി തൊഴിലാളികളെ കേവലം ഒരു തൊഴിൽ ശക്തിയായി മാത്രം കാണാതെ അവരുടെ വ്യക്തിപരമായ ക്ഷേമത്തിനും ജീവന്റെ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഇത്തരം മാനുഷിക നയങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ ആകർഷകമായ തൊഴിൽ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല. നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ വെച്ച് പുലർത്തുകയും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യുക എന്നത് ഓരോ പ്രവാസിയുടെയും കടമയായി മാറുന്ന പുതിയൊരു കാലഘട്ടത്തിലേക്കാണ് നാം വാതിൽ തുറക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.